കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു മാറ്റത്തിനാണ് തിരുവനന്തപുരം നഗരസഭ സാക്ഷ്യം വഹിച്ചത്. പതിറ്റാണ്ടുകളായി ഇടതുവലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന തലസ്ഥാന നഗരിയുടെ ഭരണം ബി.ജെ.പി. പിടിച്ചെടുത്തത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ വിജയത്തിന് പിന്നാലെ നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തി. വികസനവും രാഷ്ട്രീയ തന്ത്രങ്ങളും ഒന്നുപോലെ ഇടകലരുന്ന ഈ സന്ദർശനം കേരളത്തിന്റെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൂടുതലും ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. അധികാരം പിടിച്ചെടുത്താൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നഗരത്തിൽ എത്തിക്കുമെന്നും വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നും ബി.ജെ.പി. നേതൃത്വം തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നു എന്നതിലുപരി ദക്ഷിണേന്ത്യയിലെ ബി.ജെ.പിക്കുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട്. ബി.ജെ.പി. മേയറായി വി രാജേഷ് അധികാരം ഏറ്റെടുത്ത ശേഷം നഗരത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബൃഹത്തായ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കുക എന്നതാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ മേയർ വി രാജേഷിന്റെ പേര് അതിലില്ലാതിരുന്നത് വലിയ ചർച്ചകൾക്കും വഴിമരുന്നിട്ടിരുന്നു. ബി.ജെ.പിയുടെ മേയറായിട്ടും എന്തുകൊണ്ട് വിമാനത്താവളത്തിൽ പോകുന്നില്ല എന്ന ചോദ്യത്തിന് മേയറുടെ ഓഫീസ് വ്യക്തമായി മറുപടി നൽകിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പ്രധാന പൊതുപരിപാടികളിലും മേയർ ഔദ്യോഗികമായി വേദിയിലുണ്ടാകും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഒരേ വ്യക്തികൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ സ്വീകരണത്തിന് എത്തുന്നത് ഒഴിവാക്കാനാണ് ഈ തീരുമാനം. നഗരത്തിൽ നടക്കുന്ന വമ്പിച്ച റോഡ് ഷോയുടെയും പൊതുസമ്മേളനത്തിന്റെയും നേരിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നത് മേയറാണ്. ഉദ്ഘാടന വേദിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതിനാൽ വിമാനത്താവളത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ പാർട്ടി തന്നെ തീരുമാനിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കേരളത്തിന്റെ ഗതാഗത മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. 4 പുതിയ ട്രെയിൻ സർവീസുകളാണ് അദ്ദേഹം ഇന്ന് നാടിന് സമർപ്പിക്കുന്നത്. ഇതിൽ 3 എണ്ണം അത്യാധുനിക സൗകര്യങ്ങളുള്ള അമൃത് ഭാരത് ട്രെയിനുകളാണ്. തിരുവനന്തപുരം താമ്പാരം ചെന്നൈയിലേക്കുള്ള യാത്രക്കാർക്ക് ഇത് വലിയ ആശ്വാസമാകും. തിരുവനന്തപുരം ഹൈദരാബാദ് IT മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന സർവീസാണിത്. നാഗർകോവിൽ മംഗളൂരു കേരളത്തിൽ തീരദേശ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന സർവീസായി ഇത് മാറും. ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ പ്രാദേശിക യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഈ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിലൂടെ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് വ്യക്തമാക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ വികസനത്തിനായി ബി.ജെ.പി. ഭരണസമിതി തയ്യാറാക്കിയ വികസന മാസ്റ്റർ പ്ലാൻ മേയർ വി രാജേഷ് പ്രധാനമന്ത്രിക്ക് കൈമാറും. നഗരത്തിലെ മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം, സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ വേഗത്തിലുള്ള പൂർത്തീകരണം, ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ രേഖ. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള പിന്തുണയോടെ തിരുവനന്തപുരത്തെ ഒരു ആധുനിക മെട്രോ നഗരമാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ സസ്പെൻസ് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളാണ്. ഇടതല്ലെങ്കിൽ വലത് മുന്നണികളിലെ പ്രമുഖരായ ഒരു പേര് ബി.ജെ.പി. പാളയത്തിൽ എത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ മുൻതൂക്കം നൽകും. മോദിയുടെ സാന്നിധ്യത്തിൽ ഈ അംഗത്വം നടക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ്. വി രാജേഷ് വിമാനത്താവളത്തിൽ പോകാതെ ഈ ചർച്ചകളുടെയും ക്രമീകരണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വൈകുന്നേരം ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ നീളുന്ന വമ്പിച്ച റോഡ് ഷോയിലൂടെ ബി.ജെ.പി. തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കും. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തലസ്ഥാനത്തെത്തിയത്. ഇതിന് മുന്നോടിയായി നഗരത്തിൽ കർശനമായ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയുണ്ടായി. സുരക്ഷയ്ക്കായി 5000-ലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിരുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. ഭരണം വെറും ഒരു യാദൃച്ഛികതയല്ലെന്നും അത് വികസനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നും തെളിയിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. വികസന പദ്ധതികളും രാഷ്ട്രീയ നീക്കങ്ങളും ഒത്തുചേരുന്ന ഈ ദിവസം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കുറിക്കപ്പെടുമെന്നതും ഉറപ്പാണ്. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നത് നഗരവാസികൾക്കും വലിയ പ്രതീക്ഷകൾ നൽകുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. ഭരണം കേവലം ഒരു പ്രാദേശിക വിജയമല്ല, മറിച്ച് കേരളത്തിൽ ഗുജറാത്ത് മോഡൽ അല്ലെങ്കിൽ കേന്ദ്ര ആവിഷ്കൃത വികസന മോഡൽ നേരിട്ട് നടപ്പിലാക്കാനുള്ള ബി.ജെ.പിയുടെ പരീക്ഷണശാലയാണ്. മേയർ വി രാജേഷ് സമർപ്പിക്കുന്ന വികസന രേഖ വെറും ഒരു നിവേദനമല്ല, അത് സ്മാർട്ട് സിറ്റി പദ്ധതികൾക്കും അമൃത് പദ്ധതികൾക്കും കൂടുതൽ ഫണ്ട് ലഭ്യമാക്കാനുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് കാത്തു നിൽക്കാതെ കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് പദ്ധതികൾ കൊണ്ടുവരുന്നത് നഗരവാസികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും ബി.ജെ.പി. കണക്കുകൂട്ടുന്നു. രാഷ്ട്രീയമായി നോക്കിയാൽ വിമാനത്താവളത്തിലെ സ്വീകരണത്തിൽ നിന്ന് മേയർ വിട്ടുനിന്നത് സുരക്ഷാ കാരണങ്ങളാണെന്ന് പറയുമ്പോഴും അത് കൃത്യമായ ഒരു പബ്ലിക് റിലേഷൻസ് തന്ത്രം കൂടിയാണ്. ഉദ്ഘാടന വേദിയിലും റോഡ് ഷോയിലും പ്രധാനമന്ത്രിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിലൂടെ നഗരത്തിന്റെ വികസന നായകൻ എന്ന പ്രതിച്ഛായ രാജേഷിന് ലഭിക്കും. കൂടാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കളുടെ ബി.ജെ.പി. പ്രവേശനം ഇന്ന് നടക്കുകയാണെങ്കിൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലുടനീളം ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം നൽകും. ചുരുക്കത്തിൽ വികസനവും രാഷ്ട്രീയ തന്ത്രങ്ങളും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് ഈ സന്ദർശനം.